അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൂടെ ഒരു യാത്ര പോകുമ്പോൾ നമസ്കാരത്തിനായി ഒരു പള്ളിയിൽ പ്രവേശിച്ചു. പക്ഷേ ഇത് പള്ളിയായിരുന്നില്ല, ഒരു ഖബർ കെട്ടിപ്പൊക്കിയ ഒരു ആരാധനാ കേന്ദ്രമായിരുന്നു. അതിന് അപ്പുറത്ത് കാണുന്ന ആ പള്ളി പോലെ അമ്പലം പോലെയുള്ള അതും അതിനപ്പുറത്തുള്ളതും അങ്ങനെ വ്യത്യസ്തമായ ഒന്നോ രണ്ടോ ഖബറല്ല, ഒരു കൂട്ടം ഖബറുകളാണ് ഇവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ആ കെട്ടിപ്പൊക്കിയ ഖബറിനെ ഒരു അമ്പലം പോലെ ആരാധിക്കുന്ന ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്ന, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം എന്ന നമ്മുടെ ഈ മതത്തിനെ എവിടെയാണ് ഈ ഖബർ കെട്ടിപ്പൊക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇമാം മുസ്ലിമിൻ്റെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊക്കാനും ഖബറിൽ കുമ്മായമടിക്കാനും ഖബറിന്മേൽ ഇരിക്കുന്നതും വിലക്കിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ഇനിയും ഈ ഖബറിൽ ആരാധന നടത്തി എന്ത് നേടാനാണെന്ന് ഒരു വ്യക്തതയുമില്ല. വിശുദ്ധ ഖുർആൻ 40-ാമത്തെ അധ്യായത്തിൽ 60-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്, ഉദ്ഊനി അസ്തജിബു ലക്കും, ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹു നമ്മൾക്ക് അതിനുള്ള ഉത്തരം നൽകുന്ന പറയുന്നത്. ഒരു ഖബറിലോ ഒരു ഔലിയാൻ്റെയോ ഒരു കല്ലിലോ മുള്ളിലോ മുനമ്പിലോ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല റബ്ബ്. ഇവർ ഈ പള്ളിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ടിപ്പു സുൽത്താൻ്റെ മകളും മരുമകൻ്റെയും ഖബറടവും അതുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബത്തിൻ്റെ ആളുകളുടെയെല്ലാം ഖബറിടങ്ങളുമാണ് ഇവിടെ കണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത്. മരിച്ചു മണ്ണടഞ്ഞു കിടക്കുന്ന ടിപ്പു സുൽത്താന് വിചാരിച്ചാൽ പോലും നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ അവരുടെ മകളും മരുമകനും വന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാനാണെന്നാണ് നമ്മുടെ ജനത മനസ്സിലാക്കേണ്ടത്. ഇനിയും നേരം വെളുക്കാത്ത ആളുകൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല, ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അള്ളാഹുവിനോട് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുന്നില്ലേ, അത് പ്രാർത്ഥനയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരാളോട് നമ്മളൊരു അപേക്ഷ അല്ലെങ്കിൽ ഒരു സഹായതേട്ടം അള്ളാഹു ഒഴിച്ച് ഒരാളോട് നമ്മളൊരു സഹായതേട്ടം അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ 3 കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്ക് സഹായം തേടാൻ പറ്റൂ. 1, ആ വ്യക്തിക്ക് ജീവനുണ്ടായിരിക്കണം. 2, ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഉദാഹരണം, ഒരു വികലാംഗനാണ്, അദ്ദേഹത്തിന് 2 കൈയും 2 കാലുമില്ല. അദ്ദേഹത്തിനോട് നമ്മൾ ഒരു കപ്പ് ചായ എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണത് എടുത്തു തരാം? അപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനോട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അപേക്ഷ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതില്ലാത്ത ഒന്നിനും കഴിവില്ലാത്ത ഒരു കല്ലിനോട് പോയി, ഒരു ഖബറിനോട് പോയി, ഒരു മുക്കുറ്റിയോട് പോയി നമ്മൾ സഹായം തേടി അത് റിക്വസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു എല്ലാവർക്കും പുറത്തു തരട്ടെ.